ആണ് അവസ്ഥ. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ മസാലയുടെ ടേസ്റ്റാണ് ഈ അവസ്ഥയിൽ കാരണം. കുട്ടപ്പനായിക്കോണം കുട്ടപ്പൻ. ഹലോ ഗൈസ്, ഇതിൻ്റെ പ്രത്യേകതരം മസാലയാണ്. ഇത് എന്തിനാണെന്ന് നമുക്ക് വഴിയേ കാണാം. ഓക്കെ, ഫിഷിനെ മസാല വെച്ച് കുട്ടപ്പനാക്കാണ് സംഭവം. എങ്ങനെയുണ്ട്? ബാക്കി നമുക്ക് വഴിയേ കാണാം. ഫിഷിനെ പൊളിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉൾഭാഗമാണിത്. ഉൾഭാഗം നോക്കി അതിൻ്റെ മസാലയൊക്കെ തേച്ച് സെറ്റ് പരിപാടി ഉണ്ടാവും. ഒന്നുമില്ല, എന്നാലൊരു 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. കയറ്റിക്കോ. അങ്ങനെ 10 മിനിറ്റ് സെറ്റാകട്ടെ. 10 കറിവേപ്പില നോക്കിയപ്പോൾ കാണാനല്ല, അപ്പം അങ്ങനെ തോട്ടത്തിൽ പോയി കറിവേപ്പില പൊട്ടിച്ചു വന്നു. അപ്പം നമ്മളെ ഫിഷ് ഒരു 10-15 മിനിറ്റായി മാഗ്നേറ്റ് ചെയ്ത ഫിഷ് റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സംഭവം റെഡി ആയി വന്നു. ഇനി നമുക്ക് എടുത്ത് പരിപാടി തുടങ്ങാം. അയ്യോ കൊള്ളുന്നില്ല ഗൈസ്, ഫിഷ് അത്രക്കും വലുതാണ്. എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കാം. ഫിഷ് ഫ്രൈ ചെയ്ത പാനിലേക്ക് നമ്മൾ മസാല ഇടുകയാണ്. കുറച്ച് മാങ്ങാക്കൊത്ത്, പിന്നെ പച്ചമുളക് അത്ര എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ, അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ടുണ്ടാവും. ഗൈസ് കാണാൻ നല്ല ചോദിക്കില്ല. സ്പെഷ്യൽ മസാല റെഡി ആയിരിക്കുകയാണ്. സംഭവം റെഡി ആയിട്ടുണ്ട്. എൻ്റെ കാണാൻ ഉഷാറല്ലേ? ഇനി കഴിച്ചോട്ടെ കേട്ടോ. അങ്ങനെ നല്ല ചൂടുണ്ട്. നല്ലൊരു നുള്ളെടുത്തോട്ടെ കേട്ടോ. പുള്ളുണ്ട്. മസാല കൂട്ടിയിട്ടേ കഴിച്ചോട്ടെ. യോ എങ്ങനെയുണ്ട്? സൂപ്പർ. മസാല ഒരു രക്ഷയില്ല. പൊളി. കഴിച്ചോട്ടെ. കാണാൻ ഭംഗിയൊക്കെ പൊളി. കഴിച്ചോട്ടെ. മാങ്കോടെ കഷ്ണമുണ്ട്, അതും കുറച്ച് ഫിഷും കൂടെ കൂട്ടിയിട്ട് കഴിച്ചോളാം. മാങ്കോ ഫിഷിൻ്റെ കഷ്ണവും മസാലയും കൂടെ കൂട്ടിയിട്ട് ഉള്ളൊക്കെ ഉണ്ടാവും. കഴിച്ചോ. നല്ല പുളിപ്പുണ്ട്, എരിവുണ്ട്. മസ്റ്റ് ട്രൈ. ഓക്കെ, ഫിഷൊക്കെ ഇങ്ങനെ വെക്കുക. ഒരു മുളക് വെക്കുക, ഒരു ഉള്ളി വെക്കുക, അവസാനം ചെറിയ കഷ്ണം മാങ്ങ കൂട്ടി അതുകൂടി വെക്കാം. എന്നിട്ട് ഫുള്ളിങ്ങനെ കവർ ചെയ്യുക. ഓക്കെ, പൊളിയല്ലേ? ആണ് അവസ്ഥ. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ മസാലയുടെ ടേസ്റ്റാണ് ഈ അവസ്ഥയിൽ കാരണം. നമ്മൾ പൊളിയല്ലേ? അവസാനം ഇത് മാത്രം ബാക്കിയായി. എങ്ങനെ